ഓക്കെ ടീം, ശ്രീരാഗ്, അനന്തു, യദു, ഷാഹിൽ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ വൈവാ വോസിനായുള്ള ഒരു ഫൈനൽ ടെക്നിക്കൽ റിഹേഴ്സലാണ്. നമ്മൾ ഇന്ന് വേറെ ഒന്നിലേക്കും പോകുന്നില്ല. ഫോക്കസ് മുഴുവൻ ഒരൊറ്റ കാര്യത്തിൽ മാത്രം, നിങ്ങളുടെ പ്രൊജക്റ്റിന് ഹൃദയമായ അതിൻ്റെ ഡാറ്റാബേസ് ആർക്കിടെക്ചറിൽ. ഇവിടത്തെ ലക്ഷ്യം ഒന്നു മാത്രമാണ്: വരാനിരിക്കുന്ന പരീക്ഷയിൽ ഓരോരുത്തർക്കും നിങ്ങൾ എടുത്ത ഡിസൈൻ തീരുമാനങ്ങളെക്കുറിച്ച് നല്ല ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ കഴിയണം. അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ സെഷൻ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളിത് 4 സ്റ്റെപ്പായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഫൗണ്ടേഷൻ ഉറപ്പിക്കും, അതായത് കോർ ഡേറ്റാബേസ് തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും. പിന്നെ നിങ്ങളുടെ സ്കീമയെ ഒന്ന് കീറിമുറിച്ച് പരിശോധിക്കും. അവിടുന്ന് നേരെ കോഡിലേക്ക് പോയി കണക്ഷനുകളും കൺസ്ട്രെയിൻറ്റുകളും എങ്ങനെയെന്ന് നോക്കും. അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരീക്ഷകൻ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ നമ്മൾ ഒരുമിച്ച് നേരിടും. ശരി, അപ്പോൾ ആദ്യത്തെ സെക്ഷൻ കോർ ഡേറ്റാബേസ് തത്വങ്ങൾ. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്: ഏതൊരു നല്ല പ്രോജക്റ്റിൻ്റെയും ബലം അതിൻ്റെ തിയറിയിലാണ്. നിങ്ങളുടെ ഡിസൈനിന് പിന്നിലെ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇതൊന്ന് മനസ്സിൽ ഉറപ്പിക്കണം. നിങ്ങളുടെ ഡേറ്റാബേസ് എന്ന് പറയുന്നത് വെറുതെ ഡേറ്റ ഇട്ടുവെക്കാനുള്ളൊരു പാത്രമല്ല. അത് ചിന്തിച്ച്, പ്ലാൻ ചെയ്ത്, കൃത്യമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച ഒരു ആർക്കിടെക്ചറാണ്. ഈ ഒരു കാഴ്ചപ്പാടോടെ വേണം നിങ്ങളതിനെ സമീപിക്കാനും വിശദീകരിക്കാനും. ആദ്യത്തെ ആശയം ഡേറ്റ ഇൻറ്റഗ്രിറ്റി. ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ ഡേറ്റ വിശ്വസിക്കാൻ കൊള്ളുന്നതാണോ, കറക്റ്റാണോ എന്നൊക്കെ ഉറപ്പുവരുത്തുന്നത്. നിങ്ങൾ സ്കീമയിൽ കൊടുത്തിട്ടുള്ള ഓരോ നോട്ട് നാൾ ഫോറിൻ കീ റൂളില്ലേ, അതൊക്കെയാണ് ഈ ഇൻറ്റഗ്രിറ്റിയുടെ കാവൽക്കാർ. രണ്ടാമത്തത് നോർമലൈസേഷൻ, അതായത് ഡേറ്റയുടെ ആവർത്തനം പരമാവധി കുറച്ച് സിസ്റ്റം എഫിഷ്യൻ്റ് ആക്കുന്ന പ്രോസസ്സ്. നിങ്ങളുടെ ഡിസൈൻ 1NF, 2NF, 3NF ഒക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്. വൈവയിൽ ഇത് ഉറപ്പായി എടുത്ത് പറയണം, കാരണം ഇത് കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ പണി പ്രൊഫഷണലായി അറിയാമെന്നാണ്. മൂന്നാമത്തെ തത്വം റിലേഷണൽ മാപ്പിംഗ്. പ്രൈമറി, ഫോറിൻ കീകൾ ഉപയോഗിച്ച് ടേബിളുകളെ തമ്മിൽ ഒരുമിച്ച് നിർത്തുന്ന ഒരു കലയുണ്ടല്ലോ, അതാണ് റിലേഷണൽ മാപ്പിംഗ്. ഈ ബന്ധങ്ങളാണ് നിങ്ങളുടെ ഡേറ്റയ്ക്ക് ഒരു ഘടനയും അർത്ഥവും കൊടുക്കുന്നത്. ശരി, ഈ തിയറിയൊക്കെ നിങ്ങളുടെ കോഡിൽ എങ്ങനെയാണ് ജീവൻ വെച്ച് നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം, അല്ലേ? ഓക്കെ, മതി തിയറി. ഇനി നേരെ നിങ്ങളുടെ പ്രോജക്റ്റിന്റെ ബ്ലൂ പ്രിന്റിലേക്ക് കടക്കാം, അതായത് നിങ്ങളുടെ db.sql ഫയലിലേക്ക്. തിയറി എങ്ങനെ പ്രാക്ടിക്കലായെന്ന് നമുക്കിവിടെ കാണാം. സ്ക്രീനിലേക്ക് നോക്കൂ. നിങ്ങളുടെ db.sql ൽ നിന്നുള്ള അസറ്റ് നെയിംസ് ടേബിളുകളുടെ കോഡാണിത്. എന്റെ ചോദ്യം സിമ്പിളാണ്: എന്തിനാണിങ്ങനെ രണ്ടെണ്ണം? അസറ്റിന്റെ പേര് അസറ്റ്സ് ടേബിളിൽ തന്നെ ഒരു കോളത്തിൽ കൊടുത്താൽ പോരായിരുന്നു? ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഡിസൈൻ തീരുമാനമെടുത്തത്? ഉത്തരം ഇതാണ്: നോർമലൈസേഷൻ. ഇത് നോർമലൈസേഷന്റെ, പ്രത്യേകിച്ചും സെക്കൻഡ് നോർമൽ ഫോമിന്റെ 2NFന്റെ ഒരു മികച്ച ഉദാഹരണമാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ ഡേറ്റയുടെ ആവർത്തനം ഒഴിവാക്കുന്നു. ഒരാൾ മോണിറ്റർ എന്നും മറ്റൊരാൾ സ്പെല്ലിംഗ് തെറ്റിച്ച് മോണിറ്റർ എന്നും ടൈപ്പ് ചെയ്യുന്ന പ്രശ്നം നമ്മൾ ഒറ്റയടിക്ക് ഒഴിവാക്കി. എല്ലാ അസറ്റ് പേരുകളും സ്റ്റാൻഡേർഡായി, റിപ്പോർട്ടുകൾ കൃത്യമായി. ഇതാണ് ഡേറ്റ ഇൻറ്റിഗ്രിറ്റി പ്രായോഗികമായി നടപ്പിലാക്കുന്നത്. ഇനി ആസറ്റ്സ് ടേബിളിലെ ഒരു സൂപ്പർ സ്റ്റാർ ഫീച്ചർ നോക്കാം: പാരന്റ് ആസറ്റ് ID. ഇത് ബ്രില്യൻ്റാണ്, കാരണം ഇത് വിരൽ ചൂണ്ടുന്നത് ആസറ്റ്സ് ടേബിളിലേക്ക് തന്നെയാണ്. ഒരു സെൽഫ് റെഫറൻസിംഗ് റിലേഷൻഷിപ്പ്. ഇതിന്റെ ഗുണമെന്താ? സിമ്പിളായി പറഞ്ഞാൽ, ഒരു CPU, അതിനൊരു മോണിറ്റർ, ഒരു കീബോർഡ്, ഇവയെല്ലാം ഒറ്റ യൂണിറ്റായി കണക്കാക്കണമെങ്കിൽ മോണിറ്ററിന്റെയും കീബോർഡിന്റെയും പേരന്റ് ആസറ്റ് ഐഡിയായി CPUവിന്റെ ID കൊടുത്താൽ മതി. കോംപ്ലക്സായ ഹയറാർക്കികൾ ഉണ്ടാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. വളരെ മികച്ചൊരു ഡിസൈൻ ചോയ്സ്. ഡാമേജ് റിപ്പോർട്ട്സ് ടേബിളാണ് നിങ്ങളുടെ സിസ്റ്റത്തിലെ ഏറ്റവും കൂടുതൽ ആക്ഷൻ നടക്കുന്ന സ്ഥലം. ഇതിലെ 3 ഫോറിൻ കീകൾ കണ്ടോ? അസറ്റ് ID, ഏത് സാധനത്തിനാണ് കേട്; റിപ്പോർട്ടഡ് ബൈ, ആരാണ് പരാതിപ്പെട്ടത്; അസൈൻ ടു, ആരാണ് ഈ ജോലി ചെയ്യുന്നത്. കൃത്യമായൊരു ഉത്തരവാദിത്തം അവിടെ വന്നു. അതോടൊപ്പം സ്റ്റാറ്റസ് എന്ന ഈനം കോളം നോക്കൂ. പെൻഡിംഗ്, ഇൻ പ്രോഗ്രസ്, കംപ്ലീറ്റഡ് എന്നിങ്ങനെ ഒരു ടാസ്കിന്റെ ഓരോ ഘട്ടവും ട്രാക്ക് ചെയ്യാൻ ഇതിലൂടെ പറ്റും. ഇതൊരു കംപ്ലീറ്റ് വർക്ക് ഫ്ലോ സിസ്റ്റം തന്നെയാണ്. അടുത്തത് എക്സാം റൂംസ് ടേബിൾ. ഇതൊരു സാധാരണ ടേബിളായി കാണരുത്. ഇതൊരു പെർഫോമൻസ് ട്രിക്കാണ്. ഒരു റൂം പരീക്ഷയ്ക്ക് റെഡിയാണോ എന്നറിയാൻ ഓരോ തവണയും അതിലെല്ലാ അസറ്റുകളെയും പോയി ചെക്ക് ചെയ്യുന്നതിന് പകരം അതിൻ്റെ ഫൈനൽ സ്റ്റാറ്റസ് ഇവിടെ ക്യാഷ് ചെയ്തു വയ്ക്കുന്നു. അതെ, ഇത് ഡാറ്റയുടെ ചെറിയ റിപ്പീറ്റേഷനാണ്, പക്ഷേ ഇത് പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി നിങ്ങൾ അറിഞ്ഞുകൊണ്ടെടുത്തൊരു ഡിസൈൻ ട്രേഡ് ഓഫ് ആണ്. ഇത് പരീക്ഷകനോട് കൃത്യമായി വിശദീകരിക്കാൻ തയ്യാറായിരിക്കണം. ഇതുവരെ നമ്മൾ ഡിസൈൻ അല്ലെങ്കിൽ സ്കീമിയെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി കോഡിലേക്ക് കടക്കാം. നിങ്ങളുടെ PHP ആപ്ലിക്കേഷൻ ഈ ഡേറ്റാബേസുമായി എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് config/db.php ഫയൽ വെച്ച് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ config/db.phpയിലെ ഈ ഒരു ലൈൻ നിങ്ങളുടെ കോഡിന്റെ ക്വാളിറ്റി കൂട്ടുന്ന ഒന്നാണ്. MSQL I report, MSQL I report error + MSQL I report strict. എന്താണിതിൻ്റെ അർത്ഥം?
എന്തെങ്കിലും ഒരു ഡേറ്റാബേസ് എറർ വന്നാൽ ആപ്ലിക്കേഷൻ ഒന്നും അറിയാത്ത പോലെ മിണ്ടാതെ മുന്നോട്ട് പോകില്ല. അതവിടെ നിന്നൊരു എക്സെപ്ഷൻ തരും. ഇത് ബഗ്ഗുകൾ പെട്ടെന്ന് കണ്ടെത്താനും പരിഹരിക്കാനും വളരെ അത്യാവശ്യമാണ്. നിശബ്ദമായ പിശകുകൾ ഒഴിവാക്കുക എന്നത് നല്ല കോഡിന്റെ ലക്ഷണമാണ്. ഇനി പ്രൊഡക്ഷൻ കോഡിലെ ഈ ചെറിയ പി കണ്ടോ? ഇത് നിസ്സാരക്കാരനല്ല. റെൻഡറിന്റെ ഫ്രീ പ്ലാൻ പോലെയുള്ള ക്ലൗഡ് പ്ലാറ്റ്ഫോമുകൾക്ക് ഒരേ സമയം തുറക്കാവുന്ന കണക്ഷനുകളുടെ എണ്ണത്തിൽ ഒരു ലിമിറ്റ് ഉണ്ടാകും. ഓരോ യൂസർ വരുമ്പോഴും പുതിയ കണക്ഷൻ ഉണ്ടാക്കുന്നതിനു പകരം ഈ പെർസിസ്റ്റന്റ് കണക്ഷൻ പഴയതിനെ വീണ്ടും ഉപയോഗിക്കും. ഇത് നിങ്ങളുടെ ആപ്പിനെ ആ ലിമിറ്റിനുള്ളിൽ നിർത്താൻ സഹായിക്കും. ഇതൊരു റിയൽ വേൾഡ് പ്രോബ്ലം സോൾവിംഗ് ആണ്. കൺസ്ട്രെയിന്റുകളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഓൺ ഡിലീറ്റ് കാസ്കേഡ് ഉപയോഗം വളരെ പ്രധാനമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഒരു അസറ്റ് സിസ്റ്റത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ അസറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡാമേജ് റിപ്പോർട്ടുകളും ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആവും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിലവിലില്ലാത്തൊരു അസറ്റിന്റെ ഡാമേജ് റിപ്പോർട്ടുകൾ ഡേറ്റാബേസിൽ അനാഥമായി കിടക്കും. അതുപോലെ ഓൺ ഡിലീറ്റ് സെറ്റിനൽ ഉപയോഗിക്കുമ്പോൾ ഒരു യൂസറിനെ ഡിലീറ്റ് ചെയ്താലും അയാളുടെ റിപ്പോർട്ടുകൾ ഡിലീറ്റ് ആവില്ല. പകരം അസൈൻഡ് ടു എന്ന കോളം നെള്ളായി മാറും. ഇത് ഡേറ്റാബേസ് എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ സഹായിക്കും. ശരി, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് മോക്ക് വായുവ. ഇനി ഞാൻ നിങ്ങളുടെ എക്സാമിനർ. നിങ്ങൾ നിങ്ങളുടെ ഡിസൈന് ഡിഫെൻഡ് ചെയ്യണം. റെഡിയല്ലേ? ഒന്നാമത്തെ ചോദ്യം മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണിത്. എന്തുകൊണ്ടാണ് നിങ്ങൾ അസറ്റിന്റെ പേരിനായി ഒരു പുതിയ ടേബിൾ ഉണ്ടാക്കിയത്? അസറ്റ്സ് ടേബിളിൽ തന്നെ ഒരു കോളം പോരായിരുന്നോ? നിങ്ങളെ ഉത്തരം ഇങ്ങനെയായിരിക്കണം, വളരെ കോൺഫിഡന്റ് ആയിട്ട്. സർ, ഞങ്ങൾ ഡാറ്റാബേസ് നോർമലൈസേഷൻ തത്വങ്ങൾ ഫോളോ ചെയ്യുന്നതിന്റെ ഭാഗമാണങ്ങനെ ചെയ്തത്. പ്രത്യേകിച്ചും സെക്കൻഡ് നോർമൽ ഫോം 2NF കൈവരിക്കാൻ. അസറ്റ് നെയിം ഒരു പ്രത്യേക ടേബിളിലേക്ക് മാറ്റുന്നതിലൂടെ ഞങ്ങൾ ഡേറ്റയുടെ ആവർത്തനം ഒഴിവാക്കുന്നു. ഇത് മോണിറ്റർ പോലുള്ള ടൈപ്പിംഗ് പിശകൾ കാരണം ഉണ്ടാകുന്ന ഡേറ്റ ഇന്റഗ്രിറ്റി പ്രശ്നങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. ഭാവിയിൽ ഒരു പേര് മാറ്റണമെങ്കിൽ അതൊരിടത്ത് മാത്രം മാറ്റിയാൽ മതി. അടുത്ത ചോദ്യം, ഇത് നിങ്ങളുടെ പ്രായോഗിക അറിവ് അളക്കുന്ന ഒന്നാണ്. വെറും തിയറി മാത്രമല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയുടെ ലിമിറ്റേഷൻസിനെക്കുറിച്ചും നിങ്ങൾക്ക് ധാരണയുണ്ടോ എന്ന് പരീക്ഷകൻ നോക്കും. ഇതിനുള്ള ഉത്തരം കൃത്യമായിരിക്കണം. സർ, ഞങ്ങൾ ഉപയോഗിക്കുന്ന റെൻഡറിന്റെ ഫ്രീ ഹോസ്റ്റിംഗ് പ്ലാനിന് ഡേറ്റാബേസ് കണക്ഷനുകളുടെ എണ്ണത്തിൽ പരിധിയുണ്ടെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അത് പരിഹരിക്കാനാണ് പ്രൊഡക്ഷൻ എൻവയോൺമെന്റിൽ ഞങ്ങൾ പെർസിസ്റ്റന്റ് കണക്ഷനുകൾ ഉപയോഗിച്ചത്. ഞങ്ങളുടെ config/db.php ഫയലിൽ MySQLi RealConnect ഫംഗ്ഷനിലെ ഹോസ്റ്റ് നെയിമിന് മുൻപായി p എന്ന് ചേർത്താണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇത് ഓരോ തവണയും പുതിയ കണക്ഷൻ ഉണ്ടാക്കുന്നതിന് പകരം നിലവിലുള്ള കണക്ഷനുകൾ പുനരുപയോഗിക്കാൻ സഹായിക്കുന്നു. അവസാനത്തെ ചോദ്യം, ഡാറ്റാബേസിലെ കൺസ്ട്രെയിന്റുകൾ, അതായത് നിങ്ങളുണ്ടാക്കിയ നിയമങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് ഇത് ടെസ്റ്റ് ചെയ്യും. ഇതിനുള്ള ഉത്തരം 2 ഭാഗങ്ങളായി പറയണം. സർ, ഒരു റൂം ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആദ്യം ഡേറ്റാബേസ് നോക്കുന്നത് ആ റൂമുമായി ബന്ധപ്പെട്ട് അസറ്റ്സ് ടേബിളിൽ എന്തെങ്കിലും എൻട്രി ഉണ്ടോ എന്നാണ്. ഫോറിൻ കീ കൺസ്ട്രെയിന്റ് കാരണം അസറ്റുകളുള്ള ഒരു റൂം നേരിട്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇത് ഡേറ്റ നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കുന്നു. അസറ്റുകൾ മാറ്റിയതിനു ശേഷം റൂം ഡിലീറ്റ് ചെയ്യുമ്പോൾ എക്സാം റൂംസ് ടേബിളിൽ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഓൺ ഡിലീറ്റ് കാസ്കേഡ് കൺസ്ട്രെയിന്റ് പ്രവർത്തിക്കും. ഇത് എക്സാം റൂംസ് ടേബിളിൽ നിന്ന് ആ റൂമിന്റെ എൻട്രി ഓട്ടോമാറ്റിക്കായി നീക്കം ചെയ്യും. ഇങ്ങനെ ഓർഫൺ റെക്കോർഡുകൾ ഉണ്ടാകുന്നത് ഞങ്ങൾ തടയുന്നു. ഓക്കെ ടീം, നമ്മളിന്ന് ചർച്ച ചെയ്ത ഓരോ പോയിന്റും നിങ്ങളുടെ ഡിസൈനിന്റെ കരുത്താണ്. വൈവയ്ക്ക് മുൻപ് നിങ്ങളുടെ db.sql ഫയലും സ്കീമ ഡയഗ്രവും മുന്നിൽ വെച്ച് ഓരോ ടേബിളും ഓരോ റിലേഷൻഷിപ്പും ഓരോ കൺസ്ട്രെയിന്റും നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ടാവണം. നിങ്ങൾ എന്തുകൊണ്ടിങ്ങനെ ചെയ്തുവെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ഉത്തരങ്ങൾ ആത്മവിശ്വാസത്തോടെ പറയണം. നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.